കണ്ടിട്ടുണ്ടാവും അല്ലേ, ചില കടകളിലൊക്കെ ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിട്ട് നാരങ്ങ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? വീടുകളിൽ ഇങ്ങനെ ചെയ്യാമോ? അതേപോലെ തന്നെ ഈ ഒരു നാരങ്ങ ഗ്ലാസ്സിൽ ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ നാരങ്ങ ഇങ്ങനെ ഇട്ട് വെക്കുന്നത് പണം വരാനാണോ, നമുക്കിടെ സമ്പാദ്യം വർദ്ധിക്കാനാണോ എന്നൊക്കെ ചില ആളുകൾക്ക് സംശയം തോന്നിയേക്കാം. സമ്പാദ്യം വർദ്ധിക്കാൻ കൂടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നാരങ്ങ നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാൻ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മുടെ ചുറ്റുവട്ടമുള്ള ആ അന്തരീക്ഷത്തിലെ ഒക്കെ നെഗറ്റീവ് എനർജിയെ ഈ നാരങ്ങ വലിച്ചെടുക്കും. അപ്പോൾ അത് മുഖാന്തരം അവിടെ ആ ഒരു നെഗറ്റീവ് എനർജിയുടെ ശക്തി കുറയുകയും ആ ഒരു പരിസരത്ത്, ആ ഒരു ചുറ്റുവട്ടത്ത് പോസിറ്റീവ് എനർജി എല്ലാ സമയങ്ങളിലും നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. പ്രത്യേകിച്ചും ഈ സ്ഥാപനങ്ങളിലൊക്കെ, കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ ആകുമ്പോൾ അവിടെ എന്ന് പറയുന്നത് പല ആളുകളും വരുന്നതാണ് അല്ലേ, പല തരത്തിലുള്ള മനുഷ്യർ വരുന്നതാണ്. അപ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെ നല്ല കച്ചവടമൊക്കെ നടക്കുന്ന കാണുമ്പോഴത്തേക്കും ഇവിടെ നല്ല കച്ചവടം നടക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, നല്ല ഫുഡാണല്ലോ. ചില ആളുകൾക്ക് അവിടെ കയറാൻ ആഗ്രഹം തോന്നും. ചില ആളുകൾക്ക് അവിടെ കയറാൻ ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കാതെ നോക്കി നിൽക്കുന്ന ആളുകൾ കാണും. അപ്പം അങ്ങനെ പല രീതിയിലുള്ള ആളുകളാണ് ഈ ഒരു കച്ചവട സ്ഥാപനത്തിൽ വന്നു പോകുന്നത്. നമുക്ക് ഒരു ദിവസം എണ്ണാൻ പോലും സാധിക്കില്ല, അത്രയേറെ ആളുകൾ വന്നും പോയി നിൽക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ആ സ്ഥാപനങ്ങളിലൊക്കെ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വന്നു കഴിയുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് എനർജി ഫോം ചെയ്യാനായിട്ട് തുടങ്ങും. പോസിറ്റീവ് എനർജി ഉള്ളതുപോലെ തന്നെ നെഗറ്റീവ് എനർജിയും അവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു നെഗറ്റീവ് എനർജി ഒന്നും നമ്മുടെ ആ സ്ഥാപനത്തിനുള്ളിലേക്ക് കയറാതെ ആ ഒരു കച്ചവടം സന്തോഷപ്രദമായിട്ട് നല്ല അന്തരീക്ഷത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ നാരങ്ങ വെള്ളത്തിലിട്ട് വെക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ദൃഷ്ടിദോഷം എന്നൊക്കെ അതിന് പറയും. ദൃഷ്ടിദോഷം പോലെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ടാണ് ഈ നാരങ്ങ ഇങ്ങനെ ചെയ്തു വെക്കുന്നത്. അല്ലാതെ ഈ നാരങ്ങ ഇങ്ങനെ ഇടുന്നത് കൊണ്ട് നമുക്ക് സമ്പാദ്യം വർദ്ധിക്കുകയോ കോടീശ്വരനാകുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ നാരങ്ങ ഇങ്ങനെ ഇടുന്നത് മുഖാന്തരം ഒരു പോസിറ്റീവ് എനർജി അവിടെ ഉണ്ടാവുകയും അവിടെ ആ കച്ചവട സ്ഥാപനത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടക്കുകയും ചെയ്യുന്നത് മുഖാന്തരം അവിടെ ഒരു സാമ്പത്തിക ലാഭം ആ ഒരു സ്ഥാപനത്തിൽ വന്നു ചേരും. അപ്പം ആ നെഗറ്റീവ് എനർജിയെ പുറംതള്ളാനാണ് നാരങ്ങ ഉപയോഗിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മൾ രാവിലെ വന്ന് കടയൊക്കെ തുറന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മൾ ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് ആളുകൾ കാണുന്ന രീതിയിൽ ഒരു ഭാഗത്ത്, ഒരു പ്രധാന സ്ഥാനത്ത് വെച്ച് അതിനകത്തേക്ക് ഒരു നാരങ്ങ ഇട്ട് നമ്മളതങ്ങനെ വെച്ചേക്കുക. ശുദ്ധമായ വെള്ളമായിരിക്കണം, ശുദ്ധമായിട്ടുള്ള ഗ്ലാസ് ആയിരിക്കണം, കഴുകി വൃത്തിയാക്കിയ ഗ്ലാസ് ആയിരിക്കണം, അത് ചില്ലിൻ്റെ ഗ്ലാസ് ആയിരിക്കണം, അതായത് അതിനകത്ത് പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്ലാസ് ആയിരിക്കണം. അതേപോലെ തന്നെ നാരങ്ങ ഒട്ടും കേടുകൂടാത്ത നല്ല എനർജറ്റിക് ആയിട്ടുള്ള നല്ല നാരങ്ങയായിരിക്കണം. അത് നമ്മൾ പ്രഭാതത്തിൽ കട തുറക്കുമ്പോൾ നമ്മളത് അവിടെ വെക്കുക. അതിനുശേഷം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമേ ഇല്ല. വൈകുന്നേരം, അതായത് നമ്മൾ ത്രിസന്ധ്യ സമയത്ത് നിലവിളക്കൊക്കെ തെളിയിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ നാരങ്ങ നമ്മളെടുത്ത് കളയണം, പുറത്ത് കളയണം. അത് പിഴിഞ്ഞു കുടിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. അത് നമ്മളെടുത്ത് പുറത്ത് കളയണം. അതേപോലെ അത് ആ വെള്ളം നമ്മൾ പുറത്ത് ഒഴിച്ച് കളയണം. അത് നമ്മുടെ കടയിൽ ഒഴിച്ച് കളയണ്ട, കടയ്ക്ക് വെളിയിലായിട്ട് തന്നെ ആ ഒരു വെള്ളം ഒഴിച്ച് കളയണം. ആ നാരങ്ങയും കളഞ്ഞേക്കണം. അതുകൊണ്ട് വീണ്ടും നമ്മൾ പിറ്റേ ദിവസം രാവിലെയും ഇത് തന്നെ ചെയ്യണം. നമ്മൾ വേറെ വെള്ളം എടുക്കണം, വേറെ നാരങ്ങ എടുക്കണം. ഗ്ലാസ് അത് തന്നെ മതി, നമ്മൾ കഴുകിയെടുത്തിരുന്നാൽ മതിയാവും. അങ്ങനെ എല്ലാ ദിവസവും നമ്മളിത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മൾ വൈകുന്നേരം നിലവിളക്കൊക്കെ തെളിയിക്കുന്ന കടയാണെങ്കിൽ നമുക്ക് ആ നിലവിളക്ക് അതിനുശേഷം തെളിയിച്ച് വെക്കാം. പിന്നെ നമ്മൾ ഈ ഒരു നാരങ്ങ വെക്കേണ്ട ആവശ്യമില്ല. ഇനി അങ്ങനെ എല്ലാ കടകളിലും ഒന്നും ഈ നിലവിളക്കൊന്നും തെളിയിക്കുക അങ്ങനെയുള്ള രീതികളൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഇല്ലാത്ത കടകളാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ആ സന്ധ്യ മയങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു കാര്യം എടുത്തു കളയണം. അപ്പോൾ നമ്മൾ സൂര്യ അസ്തമയത്തിന് ശേഷം ഈ ഒരു നാരങ്ങ നമ്മൾ ഈ ഒരു കടയിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇനി വീട്ടിലിത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ വീട്ടിലിത് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ കച്ചവട സ്ഥാപനത്തിൽ ഞാൻ പറഞ്ഞല്ലോ പല ആളുകൾ വരുന്നതാണ്. അവിടെ അങ്ങനെയുള്ള വേറൊരു തരത്തിലുള്ള എനർജിയാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ളതുപോലെയല്ല കച്ചവട സ്ഥാപനത്തിൽ. രണ്ടും വ്യത്യസ്തമാണല്ലേ. നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജിയൊക്കെ ഉണ്ട്, ഇല്ല എന്നില്ല. പക്ഷെ അതിനെ തടഞ്ഞു നിർത്താനായിട്ട് അവിടെ ആ ഒരു പോസിറ്റീവ് എനർജി, നല്ല മണവും ഒക്കെ കൊണ്ടുവരാനായിട്ട് നമുക്ക് ചെയ്യാവുന്നത്, നമുക്ക് കറുവപ്പട്ട, അതേപോലെ തന്നെ ഗ്രാമ്പൂ, അതൊക്കെ നമുക്ക് ഏലക്ക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വെള്ളത്തിനകത്താക്കിയിട്ട്
ചെറിയ പാത്രത്തിനകത്ത് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിളിലോ ഹാളിലോ ഒക്കെ നമുക്ക് വെക്കാവുന്നതാണ്. അത് മുഖാന്തരം അവിടെ ഒരു നല്ല സുഗന്ധവും നമ്മുടെ വീട്ടിൽ ലഭിക്കും. അതേപോലെ നെഗറ്റീവ് എനർജിയൊക്കെ പുറന്തള്ളാനായിട്ട് അത് സഹായിക്കും. അതേപോലെ കല്ലുപ്പ് നമുക്ക് വെക്കാവുന്നതാണ്. കല്ലുപ്പ് വെച്ചിട്ട് അതിൻ്റെ മേളിൽ 2-3 ഗ്രാമ്പും ഒക്കെ നമുക്കിട്ട് നമ്മൾ ആ ഒരു ഹാളിലൊക്കെ വെക്കുകയാണെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവരാനായിട്ട് അത് തന്നെ ധാരാളമായിരിക്കും. തന്നെയല്ല, നമ്മൾ രാവിലെ ബ്രഹ്മമുഹൂർത്ത വിളക്കൊക്കെ തെളിയിക്കുന്ന വീടുകളിലാണെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയും വന്നു ചേരാൻ ഒരു സാധ്യതയുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ നാരങ്ങ വെക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഗ്ലാസ്സിൽ നാരങ്ങ വെക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ കോടീശ്വരനാകാനോ ധാരാളം പണം കിട്ടാനോ ഒന്നും വേണ്ടിയിട്ടല്ല ഈ ഒരു ഗ്ലാസ്സിനകത്ത് ഈ ഒരു നാരങ്ങ ഇട്ട് വെക്കുന്നത്. ചില ആളുകൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. നമ്മൾ ഒത്തിരി പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്യണേന്നൊക്കെയുള്ള ഒരു ധാരണയുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ധാരണ തെറ്റാണ്. പണം സമ്പാദിക്കാൻ പറ്റില്ല എന്നല്ല കേട്ടോ, ഞാൻ പിന്നെയും പറയണു, പണം സമ്പാദിക്കാൻ പറ്റില്ല എന്നല്ല. പക്ഷേ അതുകൊണ്ട് ഇങ്ങനെ ഒത്തിരി വർദ്ധിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. നെഗറ്റീവ് എനർജിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.